എല്ലാ ശിശുക്കളോടും സുവിശേഷം സ്നേഹിക്കുക എന്നവരുടെ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് എല്ലാ ശിശുക്കളോടും സുവിശേഷം സ്നേഹിക്കുന്ന ഭാഗമാണ് നിങ്ങളോട് സുവിശേഷം സ്നേഹിക്കുകയായിരുന്നു ആ അധ്യാപകർ. മൂന്ന് അധ്യാപകരെ കാഴ്ച അതുപോലെ തന്നെ മൂന്ന് പേരാണ് സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മുടെ താൽക്കാലികമായി മന്ത്രിരാജ് സാറാണെങ്കിൽ കണക്കുകളാണ്. മൂന്ന് പേരും നമ്മുടെ സിരി സാറാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്നു. കൃഷിക്കാരിലെ എല്ലാം പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ എത്തിച്ച് അതോടൊപ്പം വിദേശത്തേക്ക് പോകുന്നത് ഇവർക്ക് എല്ലാ പ്രാർത്ഥനകളും ചെയ്ത എല്ലാ സേവനത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇപ്പോൾ ഇവരെ പഠിപ്പിച്ച നമുക്കറിയാം സിരിസാറ് ക്ലാസ്സിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്ലാസ്സിലായിരുന്നു 9ാം ക്ലാസ്. 9ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലീഡർ ആരാണ് ഉണ്ടോ? രണ്ട് ലീഡേഴ്സ് ഉണ്ടോ? ലീഡേഴ്സ് മുമ്പോട്ട് വരിക. അവർ ചേർന്നൊരു ഈ ഒക്കെ കൊടുത്തുകൊണ്ട് കൊടുത്തോളൂ. ക്ലാസ്സിൽ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? കുറിച്ചിരിക്കുന്നു. ലീഡേഴ്സിന്റെ ഓർമ്മയില്ല തോന്നും. ആരാണ്? അറിയില്ല. രണ്ട് കുട്ടികൾ, ആൺകുട്ടികളുടെ ഭാഗത്തുള്ള ഒരാൾ, പെൺകുട്ടികളുടെ ഭാഗത്തുള്ള ഞാൻ കേട്ടു. ഒരാൾ കൂടി ഒരു ആൺകുട്ടിയുടെ ഭാഗത്തുള്ള ഒരാളുണ്ടോന്നോളൂ. അറിയില്ല. രാജ് സാറ് മാസ്റ്ററൊക്കെ ആയിട്ടാണ് സേവനം ചോദിക്കുന്നത്. രാജ് സാറിന് ഒക്കെ കൊടുക്കാനായിട്ട് ആരാണ് റെഡി ആയിട്ടുള്ളത്? റെഡി ആയിട്ടുണ്ടോ? പെട്ടെന്ന് കടന്നു വരണം. അവിടെ രണ്ടുപേരെ അദ്ദേഹം സാറിനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു.
നമ്മുടെ വേദപാഠത്തിന്റെ ലക്ഷ്യം തന്നെ മുമ്പോട്ട് പെട്ടെന്ന് 8ാം ക്ലാസ്സിലേക്കാണ് പഠിപ്പിക്കുവാനായിട്ട് ചേർന്നിരിക്കുന്നത്. എല്ലാ ആശംസകളും എന്തുകൊണ്ട് പറയുന്നു, പിന്നീട് പറയാം. അടുത്ത 8ാം ക്ലാസ്സിലേക്കാണ് മരിയ ടീച്ചർ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇവിടെ കൈയടിക്കുക. എല്ലാ പ്രാർത്ഥന ആശംസകളും ചെയ്യുകയാണ്. സാധിക്കട്ടെ എന്ന് പ്രിയമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവധിയൊക്കെ അടിച്ചു പൊളിച്ചോ? യാത്രയൊക്കെ പോയോ? സർക്കാർ തീരുമാനിച്ച് 1 മാസം കൂടി അവധി തരാൻ സന്തോഷമാവോ? കേട്ടോ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. പറഞ്ഞ നല്ല വാക്കുകളൊക്കെ ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ മാസം അവസാനമൊക്കെയാ പോകുന്നു. ഇതിലൂടെ 1 മാസം ഉണ്ടാവും. നിങ്ങൾ എനിക്കൊട്ട് പ്രാർത്ഥിക്കുമോ? ചുമ്മാ നമ്മൾ പറയട്ടെ, പ്രാർത്ഥിക്കും. 1 മാസം അല്ലെങ്കിൽ 2-3 മാസം കഴിയുമ്പോൾ രണ്ടാമത് അറിയും. നിങ്ങൾക്ക് മറന്നു പോകും. മറന്നു പോകില്ലേ? മറന്നു പോകുമോ? മറന്നു പോകും. ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറന്നു. നമ്മുടെ പുതിയ പുതിയ ആളുകളെ കാണുമ്പോഴും പുതിയ സാഹചര്യത്തിൽ വരുമ്പോഴൊക്കെ പഴയ നമ്മൾ മറക്കുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ടല്ല, നമ്മുടെ സമയത്തിന്റെ ആ ഒരു കിടക്കുന്നതിനുള്ള വലിയ മറന്നുപോലെയായി ഇത് കാണുമ്പോൾ ഓർക്കൂലേ? അപ്പൊ നമ്മള് ഒരു കാര്യത്തിൽ പറയാനുള്ള ഒരു ഷോർട്ട്കട്ടുണ്ട്. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കുമോ? ഒരു ഉഷാറില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എല്ലാവരും അച്ഛനും ക്രിസ്ത്യഷനൊക്കെ കൂടെ 3 വർഷം 3 വർഷക്കാലം 3 ബാച്ചുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 3 വർഷക്കാലം എനിക്ക് പ്രോത്സാഹനം നൽകിയ അധ്യാപകർ ഞാൻ രാജസാറായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും. കാണുമ്പോൾ ഓർക്കാം. ഇതെല്ലാം നല്ല ഈ 3 വർഷക്കാലം ജീവിതത്തിൽ വളരെ നല്ല ഏറ്റവും മനോഹരമായ വർഷങ്ങളാണ് കടന്നുപോയത്. ദൈവത്തിന് അതിന് നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പഠിക്കാത്തത് വിചാരിക്കുന്നത് കാര്യങ്ങൾ നോക്കുന്നപ്പോൾ ഞായറാഴ്ച അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞപ്പോൾ